ഇന്ന് ഒരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 15,000 രൂപയിൽ കൂടുതലെങ്കിലും മിനിമം നമ്മൾ ചിലവാക്കേണ്ടതുണ്ട്. അവിടെയാണ് വെറും 10,000 രൂപ റേഞ്ചിൽ നമുക്കൊരു ടാബ്ലറ്റ് വാങ്ങാൻ സാധിക്കുന്നത്. ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇൻഫിനിക്സിന്റെ കഴിഞ്ഞ സ്മാർട്ട് ഫോൺ വീഡിയോയിലും പറഞ്ഞിരുന്നു. വീണ്ടും ഞെട്ടിക്കുന്നു. ഇൻഫിനിക്സിന്റെ ആദ്യ ടാബ്ലറ്റ് ആണ് ഇൻഫിനിക്സ് എക്സ്പാഡ് എന്നാണ് ഇതിന്റെ പേര്. 256 GB ഇന്റേണൽ സ്റ്റോറേജും അതുപോലെ 8 GB റാമുമാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് ഈ പറയുന്ന ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്രത്തോളം കൊള്ളാം എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ എക്സാക്ട് വില എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് 4 GB റാം അതുപോലെ 128 GB ഇന്റേണൽ സ്റ്റോറേജ്, അതാണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ്. ആ ബേസ് വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് യഥാർത്ഥ വില 10,999 ആണ്, 11,000 രൂപ. ഓഫറിൽ നമുക്ക് 10,000 രൂപയിൽ താഴെ, അതായത് 9,999 രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വലിയൊരു ഡിസ്പ്ലേ എങ്കിലും നൽകുന്നു. മാത്രമല്ല ഈ ഒരു ടാബ്ലറ്റ് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മെറ്റാലിക് ബോഡിയൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ്. എന്ത് തന്നെയായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് ഈ പ്രൈസിൽ ഈ ഒരു ടാബ്ലറ്റ് എങ്ങനെ എന്ന് നോക്കാം. മാത്രമല്ല ഇതൊരു 4G ടാബ്ലറ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് സിം കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് സിം കാർഡ് ഇട്ടിട്ട് നമുക്ക് മൊബൈൽ ഡാറ്റ ഓൺ ദി ഗോയിൽ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്ലോത്തിനകത്തൊക്കെ പൊതിഞ്ഞാണ് ടാബ്ലറ്റ് ഇരിക്കുന്നത്. കൊള്ളാം, മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇൻഫിനിക്സിന്റെ ഫോൺ വരുന്ന ബോക്സിനേക്കാൾ അടിപൊളിയാണെന്ന് പറയേണ്ടി വരുന്നു. കാരണം നല്ല രീതിയിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. A to C ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജർ കൊടുത്തിരിക്കുന്നത് 18 വാട്ടിന്റെ ആണ്. ഓർക്ക് ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 7000 mAh ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്ന ടാബ്ലറ്റ് ആണ്. അത് ഈ 18 വാട്ട് ഇട്ട് ചാർജ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും എന്ത് തന്നെയാലും. അതുപോലെ ഇതിന്റെ ഒരു യൂസർ മാനുവലും വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ചാർജർ വന്നിട്ട് ഒരു 65 വാട്ടെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ പ്രൈസ് കൂടും എന്നുള്ളത് കൂടി ഓർക്കണം. അങ്ങനെ പ്രൈസ് കുറച്ച് നിർത്തിക്കൊണ്ടാണ് എന്തായാലും ഇവർ ഈ ടാബ്ലറ്റ് ഇറക്കിയിരിക്കുന്നത്. വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബോക്സ്. നമുക്കിനി ടാബ്ലറ്റിലേക്ക് വരാം. ലൈറ്റ് വെയിറ്റ് ആണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, നല്ല അടിപൊളി ബിൽഡ്. ഈ സ്റ്റിക്കർ പ്രശ്നമാണ് ഇൻഫിനിക്സ് ഫോണുകൾ എപ്പോഴും. എന്ത് ഗമ്മാണ് ഇവർ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഞാനത് പ്രതീക്ഷിച്ചു. കാരണം ഇൻഫിനിക്സിന്റെ പല ഫോണുകളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോഴെല്ലാം ഈ ഒരു സംഭവം നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ട് പോലും ഉണ്ട്. വേറെ ഒരു ബ്രാൻഡിന്റെ കേസിൽ ഈ ഗം ഇങ്ങനെ പ്രശ്നം വരാറില്ല. ഇനി വെളിച്ചെണ്ണയൊക്കെ തൊട്ടിട്ട് തൂത്തെടുത്തെങ്കിൽ ആ ഒരു ഗം പോകും. എനിവേ ഇതിന്റെ ഒരു ബോഡി നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ആണ്. നമുക്ക് ഈ ഒരു പോർഷൻ സെപ്പറേറ്റ് ഒരു ടോൺ, ഇവിടെ വേറെ ടോൺ. ഇത്രയും ഭാഗമാണ് ഇതിനകത്ത് മെറ്റാലിക് പോർഷൻ വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇത് മെറ്റാലിക് ആണ്. ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 3 ക്യാമറ അതിനകത്ത് കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്ത് സിംഗിൾ ക്യാമറയാണ്. ഒരു LED ഫ്ലാഷ് ലൈറ്റ് ആണ് ഒന്ന് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇൻഫിനിക്സ് എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലായിട്ട് നോക്കി 4 സ്പീക്കറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തും 2 സ്പീക്കർ ഉണ്ട്. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ്. ആ ഒരു 3.5mm ഓഡിയോ ജാക്ക് ഉള്ളത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് സിനിമയൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ആയിട്ടാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണുന്നത്. അതുപോലെ ഇവിടെ എല്ലാം മൈക്രോഫോൺസ് കാണാം. സിം ട്രേ ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് 5G സപ്പോർട്ടുള്ള ടാബ്ലറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള 2 ടാബ്ലറ്റ് ആൾറെഡി പരിചയപ്പെടുത്തി. പക്ഷേ ഇത് 4G ആണ്. അതുപോലെ ഇതിനകത്ത് കണ്ടില്ലേ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡുമാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മെമ്മറി എക്സ്പാൻഷനും ഈ ഒരു ടാബ്ലറ്റിനകത്ത് സാധ്യമാണ്. ഓവർ വെയിറ്റ് ഒന്നുമില്ല. ആവശ്യമുള്ള ഏതാണ്ട് ഒരു 500 ഗ്രാം റേഞ്ചിലുള്ള ഒരു വെയിറ്റ് ആണ് ഇതിന് ഉള്ളത്. ഞാൻ ഇതിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഒരു വാവ് എന്നൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിന് ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. വ്യൂയിങ് ആംഗിളൊന്നും വലിയ വിഷയമില്ലെന്നേ പറയാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അത്ര ഒരു പെർഫെക്റ്റ് വ്യൂയിങ് ആംഗിൾ എന്ന് അതിന് പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ല, ഈ പ്രൈസ് പോയിന്റ് നമുക്ക് ഇതിനെ അധികം കുറ്റം പറയാൻ പറ്റില്ല. ബാക്കി ഡിസ്പ്ലേയുടെ ബാക്കി കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബെസൽ കണ്ടില്ലേ, ഒരു കമ്പാരിറ്റീവ്ലി ഒരു വില കുറഞ്ഞ ടാബ്ലറ്റിന്റെ ഒരു രീതി ആ ഒരു ബെസൽ തന്നെ വിളിച്ച് കാണിക്കുന്നുണ്ട്. കുറച്ച് ആ ഒരു എബോ ആവറേജ് സൈസാണ് ഈ ബെസലിന്. സാധാരണ ടാബ്ലറ്റുകൾക്കൊക്കെ നല്ല ബെസലുകൾ ഇപ്പോൾ വരാറുണ്ട്. നമുക്കിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിരൽ അവിടെ ആയിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പിടിക്കുന്നതിന് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്നാണ് എല്ലാവരും സാധാരണ ബ്രാൻഡുകൾ പറയുന്നത്. എന്തായാലും ബെസലുണ്ട്. അതുപോലെ 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കും. എന്തായാലും ഡിസ്പ്ലേ ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്ന് വേണം പറയാം. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിന്റെ തിക്നെസ് വന്നിട്ട് 7.58 മില്ലിമീറ്റർ ആണ്. വെയിറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ 496 ഗ്രാം ആണ്. നേരത്തെ പറഞ്ഞ പോലെ 500 ഗ്രാമിൽ താഴെയാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഭാരം. ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 440 നിറ്റ്സ് ആണ്. ഇത്രയും ബ്രൈറ്റ് ആണ് ഡിസ്പ്ലേ. അപ്പോൾ ഇൻഡോർ വിസിബിലിറ്റിക്ക് ഒന്നും വലിയ വിഷയമില്ല, ഓക്കെയാണ്. പക്ഷേ ഔട്ട്ഡോർ വിസിബിലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ട് വരും. കാര്യം ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒന്നും ഈ ടാബ്ലറ്റിന് നൽകിയിട്ടില്ല. സാധാരണ ഇന്ന് വരുന്ന ഫോൺ നമുക്കറിയാം 600, 800, 1000 നിറ്റ്സും കഴിഞ്ഞ് 2000, 4000, 4500 നിറ്റ്സ് ഒക്കെ ഉള്ള ഫോണുകളുണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു 10,000 റേഞ്ചിലെ ടാബ്ലറ്റ് ആണ്. 440 നിറ്റ്സ് ആണ് ഇതിനകത്ത് ബ്രൈറ്റ്നസ് മാക്സിമം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 4G ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. MediaTek Helio G99 എന്ന് പറയുന്ന 4G പ്രോസസ്സറാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് പവർ നൽകുന്നത്.
അതായത് ഇതിന്റെ ഒരു AnTuTu സ്കോർ പറഞ്ഞാൽ ഏകദേശം 4.6 ലാഖിനടുത്തുള്ള ഒരു AnTuTu സ്കോർ ആണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഗെയിമിംഗ് ഒന്നും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഒരു ആവറേജ് ഗെയിമിംഗ്. അതായത് നമുക്ക് BGMI ഒക്കെ കളിക്കാം, നമുക്കൊരു 60 FPS വരെയൊക്കെ BGMI ഇതിനകത്ത് നമുക്ക് കളിക്കാൻ പറ്റും. ഒരു ഹെവി ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു മീഡിയം ഗെയിമിംഗ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, സാധാരണ സ്മാർട്ട് ഫോണുകളിൽ BGMI ഒക്കെ കളിച്ചവർക്ക് ടാബ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സാധാരണ BGMI ഒക്കെ കളിക്കാൻ. ഇതിനകത്ത് വലിയ സ്ക്രീനിൽ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വലിയ വിഷയമില്ലാതെ പോവുകയും ചെയ്യും. എന്തായാലും ഒരു മീഡിയം ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നത്. 8GB RAM വരെയും 256GB ഇന്റർണൽ സ്റ്റോറേജ് വരെയും ഈ ഒരു ടാബ്ലറ്റ് വരും. ബേസ് വേരിയന്റ് ആണ് ഞാൻ പറഞ്ഞ 4GB 128. അതിന്റെ വിലയാണ് 10,999. ഇതിന്റെ വില എന്ന് പറയുന്നത് 13,999 ആണ് ഹയർ വേരിയന്റിന്റെ. എന്തായാലും നമുക്ക് ഇതിനകത്ത് സിം കാർഡ് ഇടാനുള്ള ട്രേ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഡാറ്റ 4G മൊബൈൽ ഡാറ്റയും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ബാറ്ററി ഞാൻ പറഞ്ഞു കഴിഞ്ഞു 7000 mAh ആണ്. ചാർജ് ചെയ്യാൻ 18 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ടൈം എടുക്കും. എന്തായാലും എങ്ങനെ പോലും എനിക്കൊന്ന് 2 മണിക്കൂറെങ്കിലും മിനിമം ഇത് കംപ്ലീറ്റ് ചാർജ് ചെയ്യാൻ എടുക്കും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് എന്തായാലും നൽകിയിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ടാബ്ലറ്റുകൾക്ക് ക്യാമറ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഇതുകൊണ്ട് നമ്മൾ ആരും പുറത്ത് പോയി ഫോട്ടോ എടുക്കാൻ പോകുന്നില്ല ഇത്രയും വലിയൊരു ടാബ്ലറ്റ് ആയിട്ട്. ഇതിനകത്ത് ബാക്കിൽ വന്നിട്ട് ഒരു 8 മെഗാ പിക്സലിന്റെ ക്യാമറയും അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു വീഡിയോ കോളിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്ത് മെയിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഡോക്യുമെന്റ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഇതിന്റെ ക്യാമറ ഓക്കെയാണ്. 8 മെഗാ പിക്സൽ വീതമുള്ള 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ 2K റെസൊല്യൂഷനിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കോളിങ്ങിനൊക്കെ ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഓക്കെയാണ്. ഈ കാണുന്ന ഫോട്ടോകൾ ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചതിന്റെ അടുത്താണ്. ഒരു ഭയങ്കര ഒന്നും പറയുന്നില്ല ഇതിന്റെ ക്യാമറ. ഒരുവിധം മീഡിയം പെർഫോമൻസ് ആണ് ഇതിന്റെ ക്യാമറയും സമ്മാനിക്കുന്നത്. സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നേരത്തെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, അതിന്റെ ആപ്ലിക്കേഷൻസ് കുത്തി നിറച്ചാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ഇൻഫിനിക്സിന്റെ ഫോണുകളും വൃത്തിയായിട്ടുണ്ട്, നല്ല രീതിയിൽ ബ്ലോട്ട് വൈസ് ഒന്നും ഇല്ലാതായി. ഇവിടെ ഈ ഒരു ടാബ്ലറ്റും മറിച്ചില്ല. നോക്കി ആകെ ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതിനകത്ത് ഈ ഒരു കാൾ കെയർ എന്ന് പറഞ്ഞിട്ട് അത് ഇൻഫിനിക്സ് ഗ്രൂപ്പിന്റേതായിട്ടുള്ള ഒരു ആപ്പാണ്. അത് മാത്രമാണ്. പിന്നെ അതുപോലെ എക്സ് അരീന എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിക്സിന്റേതായിട്ട് ഒരു ആപ്പ് കൂടിയുണ്ട്. ഈ ഒരു 2 ആപ്പേ ഞാൻ ഇതിനകത്ത് ഒരു ബ്ലോട്ട് വൈസ് എന്ന രീതിയിൽ കാണുന്നുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു കാൾ കെയർ എന്ന് പറയുന്ന ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എക്സ് അരീന എന്ന് പറയുന്ന ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരൊറ്റ ബ്ലോട്ട് വരെ ഉള്ളൂ. അത് ഇൻഫിനിക്സിന്റെ തന്നെ ആപ്പാണ്. അപ്പോൾ സാധാരണ പല ബ്രാൻഡുകളും നേരത്തെ നമ്മൾ റെഡ്മിയുടെ ഒക്കെ ടാബ് പരിശോധിച്ചപ്പോഴൊക്കെ ഫോണിൽ ഒരുപാട് ബ്ലോട്ട് വൈസ് വരുമെങ്കിൽ ടാബ്ലറ്റിൽ എന്തുകൊണ്ടോ അവർ ബ്ലോട്ട് വൈസുകൾ അങ്ങനെ കുത്തി നിറയ്ക്കുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ടാബ്ലറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇത്തരത്തിൽ ആൻഡ്രോയിഡ് 14 വരുന്നത്. ഇതിന് വേറൊരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരില്ല. അതായത് ഒരു മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ഇല്ല. പക്ഷേ 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇൻഫിനിക്സ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകും. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ 4 സ്പീക്കറുകളുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. DTS സൗണ്ട് സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് അടിപൊളിയാണ്. സിനിമ കാണുന്നവർക്ക് അടിപൊളിയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പലരും മൊബൈലിന്റെ സ്ക്രീനിലാണ് സിനിമകളൊക്കെ വാച്ച് ചെയ്യുന്നത് അല്ലേ. അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് എന്ന നിലയിൽ ഒരു വലിയ സ്ക്രീനിൽ ഒരു 11 ഇഞ്ച് സ്ക്രീനിലേക്ക് മാറണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കുക ഈ ഒരു ടാബ്ലറ്റ്. സിനിമ കാണാൻ അടിപൊളിയാണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനാണ് മെയിൻ ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയേണ്ടി വരും. 3 വ്യത്യസ്ത നിറങ്ങളിലാണ് ലഭിക്കുന്നത്. ഈ കാണുന്ന പോലെ ടൈറ്റൻ ഗോൾഡ്, ഫ്രോസ്റ്റ് ബ്ലൂ, സ്റ്റെല്ലാർ ഗ്രേ. നമ്മളിവിടെ പരിചയപ്പെട്ടത് സ്റ്റെല്ലാർ ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടാബ്ലറ്റ് മേടിക്കുന്നെങ്കിൽ ഈ ഗം ആദ്യം തന്നെ എടുത്ത് കളയേണ്ട കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ വില ഈ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന പ്രൈസാണ്. 10,999 ആണ് ബേസ് വേരിയന്റിന്റെ ഒറിജിനൽ വില. ഓഫറിൽ 9,999 ആ ഒരു റേഞ്ചിൽ നമുക്കിത് വാങ്ങാൻ സാധിക്കും. ആ പ്രൈസ് പോയിന്റിൽ അടിപൊളിയാണ്. എനിക്കൊന്ന് 10,000 രൂപയിൽ താഴേക്ക് ഒരു ടാബ്ലറ്റ് വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ആ പ്രൈസ് പോയിന്റിൽ അടിപൊളി.